ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കോസി ക്രാഫ്റ്റ്. ഇന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 5+ ജേർണൽ ഐഡിയാസ് നോക്കുകയാണ്. ഇതെന്താണെന്നല്ലേ, കുറച്ച് കാലം മുമ്പ് ഞാൻ കുറേ പ്രൊഡക്ടിവിറ്റി അങ്ങ് കൂടിയിട്ട് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സെൽഫ് നോട്ട്ബുക്കാണ്. 2 പേജ് ചെയ്തതിനു ശേഷം പിന്നെ എനിക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാനും കൂടെ നേരില്ലായിരുന്നു. ഫസ്റ്റ് പേജ് ഡിസൈനിങ്ങും രണ്ടാമത്തെ പേജ് നമ്മുടെ മാർക്ക് ലിസ്റ്റും എഴുതിയതായിരുന്നു. ഇന്ന് നമുക്ക് സെൽഫായിട്ടൊരു ജേർണലിങ് ചെയ്യാം. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നത് പിങ്ക് തീം ജേർണലാണ്. ഇതിലാകെ ഞാൻ ബ്രഷ് പെന്നും A4ഉം പിന്നെ പെന്നും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ സപ്ലൈസ് ഇല്ലയെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കളേഴ്സ് വെച്ചിട്ട് ചെയ്യാം. അങ്ങനെ ഞാനൊന്ന് ചെയ്തതാണ് ഫസ്റ്റ് തന്നെ. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഗെറ്റ് ടു നോ മീ എന്നുള്ള വീഡിയോ ഞാൻ ഇടണോ വേണ്ടതെന്ന് നിങ്ങൾ പറയാം. അതായത് ഒരു Q&A ഒക്കെ പോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഇടണോ വേണ്ടതെന്ന് പറയാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ തന്നെ ഇടുക. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ നോക്കാം. ഇത് ചെയ്യണമെന്ന് ഞാൻ ആദ്യം വിചാരിക്കാനുള്ള കാരണം തന്നെ ഞാൻ കമൻറ്റ് ബോക്സിൽ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു, ക്ലാസ്സിൽ എത്ര, ഏജ് എത്ര അങ്ങനെയൊക്കെ ചോദിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗെറ്റ് ടു നോ മീ എന്നുള്ളൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ച്. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജേർണലിങ്ങിലെ പകുതി പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് എഴുതാനും കോഡ്സ് എഴുതാനുള്ളൂ. ഈ നോട്ട് ഞാൻ ഈ സെൽഫ് നോട്ട്ബുക്കിൽ കുറച്ച് പിക്ചേഴ്സും കുറച്ച് ഇലിസ്ട്രേഷൻസും ഒക്കെ വരക്കണമെന്നുണ്ട്. അതായത് കുറച്ച് മോട്ടിവേഷൻ ആയിട്ടുള്ള. സോ ഇതൊക്കെ ഞാൻ ഷോർട്സ് ആക്കിയിടാം. നിങ്ങൾക്ക് എങ്ങനത്തെ ഷോർട്സ് വീഡിയോ ആണെന്നും അതുപോലെ ലോങ് വീഡിയോ വേണമെന്നും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അതിലേറെ മറക്കണ്ട ആരും. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് എന്ന് പറയാം. കുഴപ്പമില്ല, അതൊരു സിമ്പിളായി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമൊക്കെ പെട്ടിട്ടുണ്ട് കേട്ടോ. സോ ഇനി നമുക്ക് സെക്കൻഡ് പരിപാടിക്ക് പോകാം. നമുക്ക് മറ്റേ ജേർണൽ ബുക്കിൽ ചെയ്യാം. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഗ്രീൻ തീം ജേർണലിംഗ് ആണ് ചെയ്യുന്നത്. ഇതും ഫുൾ ഹാൻഡ് മെയ്ഡ് സപ്ലൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഞാൻ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് സ്റ്റിക്കേഴ്സ് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് ഗ്രിഡ് ലൈൻസ് ഒക്കെ വരച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയാലോ. ഇതുപോലെയൊക്കെ അങ്ങോട്ട് ഒട്ടിക്കുക. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിപ്പോൾ ജേർണലിങ്സിന് ഐഡിയാസ് ഒന്നും ഇല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. അത്ര എഫേർട്ട് എടുക്കും വേണ്ട, എന്നാൽ ഫൈനലൊക്കെ അടിപൊളിയായിരിക്കും. അതായത് കൈ നനയാതെ മീൻ പിടിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ. പിന്നെ നിങ്ങൾ ഈ 5+ ജേർണൽ ഐഡിയാസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളിത് ചെയ്തതിന് ശേഷം നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇതാണ് നമ്മുടെ ജേർണലിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് അത്യാവശ്യം നല്ല രീതിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു സിമ്പിളാണ്, ബട്ട് ലുക്ക് അടിപൊളി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തതേക്ക് അടക്കാം. അടുത്തത് ബ്ലൂ തീം ജേർണലിംഗ് ആണ്. ഇത് നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും. അതായത് കുറച്ച് മുമ്പ് ഇത് കുറച്ച് പേപ്പർ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാവരും ചെയ്തിരുന്നൊരു സംഭവമായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് മുമ്പ് ഒരു ട്രെൻഡിങ് ആയിരുന്ന ഒരു സംഭവം തന്നെയായിരുന്നു. ഞാനിതിങ്ങനെ പിൻട്രസ്റ്റ് നോക്കിയപ്പോഴാണ് ഇത് കണ്ടത്. അപ്പോൾ ഞാൻ വെച്ച് ഇതെന്തായാലും നമുക്ക് ചെയ്യാം. അത് കാരണം സിമ്പിൾ ആണേനും ബട്ട് ലുക്ക് അടിപൊളിയാണേനും അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാം സിമ്പിളാണ്. ഞാൻ കുറച്ച് കൺജസ്റ്റഡ് ആയിട്ടുള്ള ജേർണലിംഗ് ഒക്കെ ചെയ്യണമായിരിക്കും. പക്ഷേ അതിൻ്റെത് എത്രയായാലും അത് ലാസ്റ്റ് സിമ്പിളായിട്ട് തന്നെ എത്തും. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം സിമ്പിളും ആണ് കേട്ടോ. മറ്റേത് ഒരുപാട് ഇങ്ങനെ സ്റ്റിക്കറൊക്കെ നിറച്ച്, അല്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. പിന്നെ ഇതാ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് അല്ലറ ചില്ലറ പരിപാടികളുള്ളൂ. അതും കൂടെ അതിന് ഈ ഒരു ജേർണലിൻ്റെ ഫൈനൽ ലുക്ക് കഴിയും. കുറച്ച് ടുലിപ്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബ്രഷ് പെന്ന് വെച്ച് വരക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നടുക്ക് കുറച്ച് അല്ലെങ്കിൽ ഏതൊരു കോട്ട് എഴുതി കൊടുക്കുക. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ തന്നെ സ്പീഡാണ് പറയണത്, അതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. അടുത്ത വോയിസ് ഓവർ തൊട്ട് നമുക്ക് നല്ല ചെക്കൊക്കെ കൊടുക്കാം. അങ്ങനെ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയാം. അടുത്തതൊരു ഡ്രോയിങ് ജേർണലിംഗ് ആണ്. അതായത് ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം സപ്ലൈസ് വേണ്ട, ഓൺലി ഡ്രോയിങ് മാത്രമാണ്. എത്ര ചിത്രം വരക്കാൻ അറിയാത്തവർ പോലെ, അതായത് എന്നെ പോലെ ഒരു ചിത്രം വരക്കാൻ അറിയാത്തവർക്ക് ഇത് മസ്റ്റായിട്ടും അടിപൊളിയായിരിക്കും. ഇതിങ്ങനെ അങ്ങനെ അങ്ങോട്ട് കുത്തി വരച്ചാൽ മതി. അപ്പോൾ തന്നെ ഒരു എസ്തെറ്റിക് ജേർണലാവും. പിന്നെ ഇതിൽ പേപ്പർ വെട്ടിമുറിച്ച് അങ്ങനെ ഒന്നും ചെയ്യാനില്ല. ജസ്റ്റ് സിമ്പിളായി ഡ്രോയിങ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് മടിയൊക്കെ ഉണ്ടെന്ന് കണ്ട് ചെയ്തെടുക്കുക. അങ്ങനെ പിന്നെ ഗെറ്റ് ടു നോ മീ എന്നുള്ള വീഡിയോനെ കുറിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം, എന്നാലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഫൈനൽ ലുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഔട്ട്ലൈൻസ് ഒക്കെ കൊടുക്കാനുള്ളൂ. ഇതുപോലെ കുറച്ച് കോഡ്സും കൂടെ എഴുതിയെടുത്താൽ നമ്മുടെ എസ്തെറ്റിക് ജേർണൽ കംപ്ലീറ്റ് ആകും.
സൈഡിൽ ഗ്രീൻ വെച്ചിട്ടും കൂടെ ജസ്റ്റ് ഒന്ന് കളർ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇതുപോലെ കുറേ ഐഡിയാസ് നിങ്ങൾക്ക് പിൻട്രസ്റ്റിൽ കാണാം. അതൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഓരോരോ ഷോർട്ട്സൊക്കെ ആയിട്ട് ഞാൻ ഇടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അങ്ങനെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഒരു കോഫി തീം ജേർണലിംഗ് ആണ്. അതായത് ഇതുപോലെ സൈഡിൽ ഒരു കോഫി കപ്പിൻ്റെ ഒരു പകുതി ഭാഗം വരച്ചെടുക്കുക. എന്നിട്ട് ഇത് അതുപോലൊക്കെ കളർ ചെയ്ത് കൊടുക്കുക. ശരിക്കും ഞാൻ ഈ വീഡിയോ ഇന്നലെ തന്നെ എടുത്ത്, അതായത് ശനിയാഴ്ച തന്നെ അപ്ലോഡ് ചെയ്യണം വിചാരിച്ചാണ്. പിന്നെ ഞാൻ അയച്ചത് എന്തായാലും കഴിയില്ല. കാരണം വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ രാത്രി അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഗൈസ് ഇത് കളർ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടോ അപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഇതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതിൽ നമ്മൾ ചിത്രം വരക്കുന്നു, കളർ ചെയ്യുന്നു, സ്റ്റിക്കേഴ്സ് ഒന്നും ഒട്ടിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ കയ്യിൽ സപ്ലൈസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി സ്പ്രെഡ്സൊക്കെ ചെയ്തെടുക്കാം. പിന്നെ ഈ ജേർണൽ ബുക്ക് ഞാൻ ജേർണലിംഗ് സെറ്റ് എന്നുള്ള എൻ്റെ ബുക്കാണ്, അതായത് വിൻറ്റേജ് ജേർണൽ സെറ്റിൻ്റെ. സോ വിൻറ്റേജ് ജേർണൽ സെറ്റിൻ്റെ ലിങ്ക് ഞാൻ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പോയിട്ട് നിങ്ങൾക്കും വാങ്ങാം. ഇപ്പോൾ കുറച്ച് ഓഫർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പോയി വാങ്ങിയാൽ ചിലപ്പം കിട്ടുന്നതായിരിക്കും. ബുക്ക് കുറച്ച് ചെറുതാന്നേ ഉള്ളൂ, പക്ഷേ അടിപൊളിയാണ്. ഗ്രിഡ് ലൈൻസ് ഒക്കെ ഉണ്ടായിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ ഇനി നമുക്ക് അടുത്തേക്ക് പോവാം. ഇത് നമ്മുടെ ഫൈനൽ 1 ആണ്. അതായത് ഒരു മെമ്മറി ജേർണലിങ്. ഇതിൻ്റെ ബാക്കിലൊരു കഥയുണ്ട്. ഈ ഒരു ഷീറ്റ് തന്നെ ആദ്യം ഒട്ടിച്ച അത് ഞാൻ പണ്ട് 6th പഠിച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ക്ലാസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു പാറ്റേൺ പേപ്പറാണ്. അതായത് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ ആ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ജേർണലിങ് ചെയ്യാൻ വെച്ചാണ് ഗോൾഡൻ ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്തതാണ്. സോ ഇതൊരു മെമ്മറബിൾ ജേർണലാണ്. ഇതാണ് ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ചെയ്ത ജേർണലിംഗ്സ് ഒക്കെ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ.